നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളം എല്ലാ അർത്ഥത്തിലും മിസ് ചെയ്യുന്ന ഒരു പേരാണ് വി.എസ്. അച്യുതാനന്ദൻ. ഒരുപക്ഷെ ഇടതുപക്ഷത്തിന്റെ LDFന്റെ സമീപകാല തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലൊന്നും വി.എസിന്റെ അസാന്നിധ്യം ഇതുപോലെ അവരെ വേദനിപ്പിച്ചിട്ടുണ്ടാവില്ല. കാരണം പ്രചരണ രംഗത്ത് വി.എസ്. ആയിരുന്നു കുന്തമുന, എല്ലാ അർത്ഥത്തിലുമുള്ള കുന്തമുന. വി.എസിന്റെ അസാന്നിധ്യമുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് കടന്നു പോകുന്നത്. അപ്പോൾ ഈ വേലിക്കകത്ത് വീടിന്റെ നിശബ്ദത കൂടി നമുക്ക് ചർച്ചയാവേണ്ടി വരുന്നു. തീർച്ചയായിട്ടും വി.എസ്. അച്യുതാനന്ദൻ ഇല്ലാത്ത ഒരു ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയാം. 2021 അദ്ദേഹം സജീവമല്ല, പക്ഷേ വി.എസിന് ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. 2019 വട്ടിയൂർക്കാവ് അദ്ദേഹം പങ്കെടുത്ത അവസാനത്തെ ഒരു പൊതുപരിപാടി. അതിനുശേഷം ഇവിടെ പുന്നപ്ര രക്തസാക്ഷി സ്മരിക്കുന്ന അദ്ദേഹം വന്നു. ഏതായാലും ഈ വീടൊക്കെ ഈ സമയത്ത് ഏതായാലും വി.എസ്. ഇവിടെ നിറഞ്ഞു നിൽക്കേണ്ട സമയം. കേരളം മുഴുവൻ പ്രചരണത്തിൽ പോകേണ്ട വി.എസ്. ആണ്. പക്ഷേ ആലപ്പുഴത്തിൽ ഈ വീട് ആളുകളെ കൊണ്ട് നിറയേണ്ട, പാർട്ടി പ്രവർത്തകരെ കൊണ്ട്, സാധാരണക്കാരെ കൊണ്ടൊക്കെ നിറയേണ്ട, ഈ സ്ഥാനാർത്ഥികളെ കൊണ്ട് നിറയേണ്ട ഒരു സമയമാണ്. അവിടെയാണ് തീർത്തും നിശബ്ദത തലം കെട്ടുന്നത്. വി.എസ്. എന്ന രണ്ടക്ഷരം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പായത് മാറുമ്പോൾ അത് എല്ലാ അർത്ഥത്തിലും CPM-ന് നഷ്ടമാണ്, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്ക് നഷ്ടമാണ്, ആലപ്പുഴക്കാർക്ക്. ആലപ്പുഴയിലെ CPM ഇപ്പോൾ വലിയൊരു വെല്ലുവിളിയൊക്കെ നേരിടുന്ന ഘട്ടമാണ്, പ്രത്യേകിച്ചും ഈ ജി സുധാകരന്റെ പാർട്ടി മാറ്റവുമായി ബന്ധപ്പെട്ടൊക്കെ. അപ്പോൾ വി.എസ്. തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന പേര് തന്നെയാണ് ആ ഘട്ടത്തിൽ. തീർച്ചയായിട്ടും ആരോട് സൂചിപ്പിച്ചത് തന്നെയാണ്. ഒരുപക്ഷെ ആലപ്പുഴയിൽ CPM-ന് എക്കാലത്തും കരുത്ത് പകരുന്ന ഒരു ജില്ലയിൽ അസാധാരണമായ സംഘടനാ പ്രതിസന്ധികളും തർക്കങ്ങളും നേരിടുന്ന ഒരു ഘട്ടത്തിൽ വി.എസിന്റെ അസാന്നിധ്യം അതുകൊണ്ടുകൂടി പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടി വരുന്നുണ്ട്. എന്തായാലും ഈ വീട് വി.എസ്. ഈ വീട്ടിലുള്ള കാഴ്ചകളും വി.എസിനെ നിരവധി തവണകൾ മാധ്യമങ്ങളിലെ ഈ വീടുമായി ബന്ധപ്പെട്ട് വി.എസിന്റെ പല മൊമെന്റുകളും ഒരുപക്ഷെ കേരളീയർക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ എന്തായാലും വി.എസ്. ഈ വീട്ടിലില്ല. അദ്ദേഹത്തിന്റെ അടുത്ത ചില ബന്ധുക്കളാണ്. മകൻ ഉടൻ ഇങ്ങോട്ടേക്ക് വരും. അദ്ദേഹവും സ്ഥിരമായിട്ടില്ല, അദ്ദേഹം തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. എന്തായാലും ഈ വീട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് മുന്നിൽ ഒരു ഓർമ്മചിത്രമാണ്. ആ വീട് ഉയർത്തുന്ന ഓർമ്മകൾ നിരവധിയാണ്. വി.എസിന്റെ മരണസമയത്താണ് അദ്ദേഹത്തിന്റെ മൃതശരീരം തിരുവനന്തപുരത്തു നിന്നും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നപ്പോൾ അന്ന് ഇവിടെ കണ്ട ജനക്കൂട്ടവും ആൾക്കൂട്ടവും ഒക്കെ വേലിക്കകത്തെ വീട് ഒന്നുകൂടി ചർച്ച ചെയ്യപ്പെട്ടിരുന്നു, അല്ലേ? തീർച്ചയായിട്ടും വി.എസ്. അച്യുതാനന്ദൻ, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ, അദ്ദേഹത്തിന്റെ യഥാർത്ഥ വീടല്ല, കുടുംബ വീടല്ലാതെ പിന്നീട് അദ്ദേഹം വാങ്ങിയ വീടാണത്. പക്ഷേ അതിനുശേഷം വി.എസ്. എന്ന രണ്ടക്ഷരം വെന്തലത്തറ ശങ്കരൻ അച്യുതാനന്ദൻ ആണെങ്കിൽ പോലും പിന്നീട് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ തന്നെ മാറി. വി.എസ്. എന്ന് കേൾക്കുമ്പോൾ ആദ്യം അതിനൊപ്പം തന്നെ വേലിക്കകത്ത് വീടും ഈ രാഷ്ട്രീയ ചിന്തിക്കുന്ന പ്രത്യേക ഇടപക്ഷ രാഷ്ട്രീയം ഫോളോ ചെയ്യുന്നവർക്ക് വളരെ പെട്ടെന്ന് വരുന്ന ഒരു പേരാണ്. ഈ വീട് പല CPM-ലെ പല ചരിത്ര ഘട്ടങ്ങളിലും പല പ്രതിസന്ധി ഘട്ടങ്ങളിലുമൊക്കെ ഈ വീടും അതിലൊരു കഥാപാത്രമാണ്. പ്രത്യേകിച്ച് മാരാരിക്കുളത്ത് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി വി.എസ്. മത്സരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പാർട്ടി ജയിക്കുന്നു, വി.എസ്. പരാജയപ്പെടുന്നു. അവിടെ നിന്ന് വി.എസ്. ഒറ്റയ്ക്ക് വന്നിരിക്കുന്ന ആ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഓർമ്മയുള്ളവരാണ്. ഈ രാഷ്ട്രീയം ഫോളോ എല്ലാവർക്കും ഓർമ്മയുള്ളവരാണ്. അവിടെ നിന്ന് വി.എസ്. AK സെന്ററിലേക്ക് പോകുന്നു. പിന്നീട് പലപ്പോഴും ഓണനാളുകളിലാകട്ടെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് സമയത്താകട്ടെ വി.എസ്. ക്യാമ്പ് ചെയ്യുന്ന ഇവിടെയാണ്. വി.എസ്. ക്യാമ്പ് സ്വാഭാവികമായി ആലപ്പുഴയുടെ പാർട്ടി മുഴുവൻ ഇവിടെയാകും, ഇടതുപക്ഷ അനുഭാവികൾ ഇവിടെയാകും. ഇവിടെ നിന്നാണ് വളരെ പ്രധാനപ്പെട്ട തന്ത്രങ്ങൾക്ക് വി.എസ്. രൂപം കൊടുക്കുന്നത്. ഈ പാർട്ടി വിഭാഗീയ കാലത്ത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും ഒരു കൃത്യമായ തന്ത്രജ്ഞൻ കൂടിയായിരുന്നു വി.എസ്. പലതിനും സാക്ഷിയായ ഒരു വീട് കൂടിയാണ് ഈ വേലിക്കകത്ത്. കാരണം ഈ പലപ്പോഴും നമ്മൾ വി.എസ്. ഉൾപ്പെടെയുള്ള കേരള രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ നമ്മുടെ രാഷ്ട്രീയ മണ്ഡലങ്ങളെ നിയന്ത്രിച്ചിരുന്ന പ്രധാനികളുടെ ഓർത്തെടുക്കുമ്പോൾ ഒന്ന് സ്മരിച്ചു പോകേണ്ട ഇടം അവരുടെ വസതികൾ കൂടിയാണ്. കാരണം ആ വസതികൾ പലപ്പോഴും നിർണായക രാഷ്ട്രീയ നീക്കങ്ങൾക്ക് വേദിയായിട്ടുണ്ട്, പല നിർണായക മുഹൂർത്തങ്ങൾക്കും വേദിയായിട്ടുണ്ട്. ഇപ്പൊ ഉമ്മൻചാണ്ടി മുൻ മുഖ്യമന്ത്രി, അദ്ദേഹം മരണശേഷം അതിനു മുമ്പും അദ്ദേഹത്തിന്റെ പുതുപ്പള്ളിയിലെ ആ വീട് എത്ര കണ്ട് വലിയൊരു ഐക്കണായി. ഇപ്പോഴും അത് ഐക്കൺ തന്നെയാണ്. അതെ, ആ തരത്തിൽ ഇതാണ് KM മാണിയുടെ പാലയിലെ കരിങ്ങോഴക്കൽ വീട്. അപ്പോൾ ഈ നേതാക്കൾക്കൊക്കെ അവരുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ അവരുടെ വസതികൾക്കും വലിയൊരു പ്രാധാന്യമുണ്ട് എന്നത് പ്രത്യേകതയാണ്. വി.എസ്. എന്ന പേര് ഓർമ്മിക്കപ്പെടുമ്പോൾ എപ്പോഴും വേലിക്കകത്ത് തന്നെയാണ് പരാമർശിക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ കുടുംബ വീടിന് മറ്റൊരു പേരാണെങ്കിൽ കൂടി അരുൺ സൂചിപ്പിച്ചതുപോലെ അത്തരമൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ആ വീടിന് മുന്നിലെ ചില ദൃശ്യങ്ങളാണ് കാണുന്നത്. വീടിന് മുന്നിലുള്ള മതിലില് വി.എസിന്റെ ജീവരേഖ ചിത്രങ്ങളിലൂടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. AKGക്കൊപ്പം വി.എസ്. നടന്നു. വി.എസിന്റെ ആ ഒരു ശൈലി, പിന്നിൽ കൈകെട്ടി ജൂബ ഇട്ട വി.എസ്. AKGക്കൊപ്പം നടന്നു. വളരെ പ്രശസ്തമായ ചിത്രങ്ങളാണ്. സമരരംഗത്ത് AKGക്കൊപ്പം തോളോട് തോൾ ചേർന്ന്, AKG അദ്ദേഹത്തെക്കാൾ കുറച്ചുകൂടി സീനിയറാണ്. പക്ഷെ ആ സമയത്തൊക്കെ തന്നെ വി.എസ്. വലിയൊരു നേതാവായി മാറിക്കഴിഞ്ഞിരുന്നു. ഇത് തൊട്ടടുത്ത ചിത്രം സഹിത്ത് അദ്ദേഹത്തിന്റെ കുടുംബ ബന്ധങ്ങൾ, അദ്ദേഹത്തിന്റെ ആഴം, പ്രത്യേകിച്ച് സഹോദര ബന്ധമൊക്കെ, ആഴിക്കുട്ടിയാണ് അദ്ദേഹത്തിന്റെ സഹോദരി ആഴിക്കുട്ടിയുടെ ഉള്ള വി.എസിന്റെ ആ ചിത്രം. അതുപോലെ വളരെ ശ്രദ്ധേയ ചിത്രമാണ്. ഇത് മറ്റൊരു സമരരംഗമാണെന്ന് തോന്നുന്നില്ല. ഇ കെ നായനാർ ഉൾപ്പെടെയുള്ള ചില മുഖങ്ങൾ നമുക്ക് കൃത്യമായും ഉണ്ട്. ഇ കെ നായനാരുണ്ട്, വി.എസ്. മുൻനിരയിൽ ഇ കെ നായരുണ്ട്, EMS ഉണ്ട്. ഈ സൈഡിൽ നിൽക്കുന്ന പിണറായി വിജയനാണോ, അദ്ദേഹത്തിന്റെ ഒരു ഛായ നമുക്ക് തോന്നുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ CPIM-നെ നയിച്ച പ്രധാനികൾക്കൊപ്പമുള്ള ഒരു
ചരിത്രരേഖയാണ് ചുവരിൽ പ്രത്യക്ഷപ്പെടുന്നത് എന്നതാണ്. ഒപ്പം അദ്ദേഹം ജനങ്ങളുമായി സംവദിക്കുന്ന അദ്ദേഹത്തിന്റെ പൊതുവേദിയിലെ പ്രസംഗവും ആൾക്കൂട്ടവും ആരവവും ഒക്കെ ഈ എസിനെ പ്രത്യേകം ഓർത്തെടുക്കേണ്ടതാണ്. അതൊക്കെ രേഖപ്പെടുത്തുന്നതാണ്. 85-ാം വയസ്സിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ ഒരുപക്ഷെ എല്ലാവരും വിശ്രമ ജീവിതത്തിന്റെ മറ്റൊരു വിശ്രമ ജീവിതം മാത്രം പറയാൻ പറ്റില്ല, അതിന്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് പോകുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ നാൾ വഴിയും അതിനുമായി നടത്തിയ പോരാട്ടവും അതിനുവേണ്ടി CPM-ന് സംഘടനാ രംഗത്തുണ്ടായ പിന്നോട്ടുപോക്കും ഒക്കെ വലിയ ചർച്ചയാണ്. പക്ഷേ ആ പ്രായത്തിൽ മുഖ്യമന്ത്രിയായി അദ്ദേഹം 2006-ൽ സെൻട്രൽ സ്റ്റേഡിയത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് ഞാൻ സാക്ഷിയായിരുന്നു. ആ സമയത്ത് അങ്ങനെ ഒരു നേതാവ് 85-ാം വയസ്സിൽ കേരളത്തിൽ മുഖ്യമന്ത്രിയാകാൻ കഴിയുമോ? 5 വർഷം കഴിഞ്ഞ് വീണ്ടും പ്രതിപക്ഷ നേതാവാകാൻ കഴിയുമോ? വീണ്ടും അദ്ദേഹം 2014 പോലും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിച്ച ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ VS-ഉം അത്തരമൊരു മോഹമുള്ള ആളാണെന്ന് പിന്നീട് വിമർശിക്കപ്പെട്ട കാര്യം. പക്ഷേ അന്നും VS ആഗ്രഹിച്ചു, അതായത് 90-95 വയസ്സിന് ശേഷവും ഒക്കെ അത്ര ഒരു ശാരീരികമായ മാനസികമായ ഒരു ശക്തി കൂടി വേണം. അത് സ്വാഭാവികമായിട്ടും ഒരുപക്ഷെ അതൊരു അധികാരത്തോടുള്ള ആദ്യമായിട്ട് പറയുന്ന ആളുകളൊക്കെ ഉണ്ടാകും. എങ്കിൽ പോലും ഒരു ശാരീരികമായും മാനസികമായും അത്തരം ഒരു സജ്ജമായിരുന്നു VS എന്നുള്ളത്. അവരുടെ ഈ ഘട്ടത്തിൽ ഒരുപക്ഷെ കൗതുകവും എന്നാൽ ഏറെ പ്രാധാന്യമുള്ള ഒരു ചോദ്യം കൂടിയാണ്. അദ്ദേഹത്തിന്റെ വീടിരിക്കുന്ന അമ്പലപ്പുഴ മണ്ഡലം അസാധാരണമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോവുകയാണ്. കാരണം ഒരു കാലത്ത് VS-ന്റെ അടുത്ത അനുയായിയും പിന്നീട് പാർട്ടിയിലെ എതിർചേരിയിലുമൊക്കെ ഉണ്ടായിരുന്ന G. സുധാകരൻ പാർട്ടിക്ക് വിരുദ്ധനായി മാറുന്നു. അദ്ദേഹം മറുചേരിയിൽ നിന്ന് മത്സരിക്കുന്നു. പാർട്ടി സ്ഥാനാർത്ഥിക്ക് വിരുദ്ധമായ മറ്റൊരു നിലപാടെടുക്കുന്നു. ഈ ഘട്ടത്തിൽ VS ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ VS എന്ത് നിലപാടെടുക്കുമെന്നൊരു ചോദ്യമുണ്ട്. പിണറായി വിജയൻ സുധാകരന്റെ ഈ നീക്കത്തെ, ഈ നടപടിയെ വിശേഷിപ്പിച്ചത് ചെറ്റത്തരമെന്നുള്ള രാഷ്ട്രീയ ചെറ്റത്തരം. ചെറ്റത്തരത്തിന്റെ ശരിതെറ്റുകൾ അത് പാർലമെന്ററി ആണോ അൺപാർലമെന്ററി ആണോ, മുഖ്യമന്ത്രിയെ പോലെ പിണറായി പോലെ നേതാവ് പറയാൻ പാടുണ്ടെന്നൊക്കെ ചോദിച്ചാൽ ഒരുപക്ഷെ VS ഉണ്ടായിരുന്നെങ്കിൽ എന്ത് വാക്കായിരിക്കും അത്? കാരണം ഇത്തരം കാര്യങ്ങളെയൊക്കെ VS ചില പ്രത്യേക പദാവലി ഉപയോഗിച്ചുകൊണ്ട് വിശേഷിപ്പിക്കാറുണ്ട്. പലപ്പോഴും അത് വലിയ വിമർശനം ഇടയാക്കിയിട്ടുണ്ട്. VS ഉറച്ചു നിന്നിട്ടുണ്ട്. സ്വാഭാവികമായി ചെറ്റത്തരത്തിന് അപ്പുറത്തേക്ക് ഒരു വാക്കുണ്ടെങ്കിൽ ഒരുപക്ഷെ VS പ്രയോഗിച്ചേനെ സുധാകരനെ. കാരണം സുധാകരൻ അത്രയധികം VS-നോട് ചേർന്ന് പോയ നേതാവാണ്. പിന്നീട് പിണറായിക്ക് വേണ്ടി ആലപ്പുഴ ജില്ലയിലെ പാർട്ടി പിടിച്ചെടുക്കാൻ VS-നെ, അതായത് പറഞ്ഞു കേൾക്കുന്ന ഈ മലപ്പുറം സമ്മേളനത്തിലേക്ക് പോകുമ്പോൾ കടുത്ത VS പക്ഷക്കാരനായി പോകുന്ന സുധാകരൻ മാത്രമല്ല നേതാക്കളുമുണ്ട്. തിരികെ അവിടെ എത്തുമ്പോൾ പെട്ടെന്ന് കൂറുമാറി പിണറായിക്കൊപ്പമാവുന്നു. ആലപ്പുഴ ജില്ലയെ മറിച്ചിട്ടു. സുധാകരൻ ഈ പിണറായിയുടെ കാലത്തായാലും VS-ന്റെ കാലത്തായാലും ആലപ്പുഴ ജില്ലയുടെ കടിഞ്ഞ സുധാകരന്റെ കയ്യിലുണ്ടായിരുന്നു. ആ സുധാകരനാണ് പിന്നീട് പാർട്ടി വിട്ടത്. സ്വാഭാവികം VS-ന്റെ പ്രതികരണമൊക്കെ ഒരു വലിയ കടുത്ത ഭാഷയിലാണ്. കാരണം VS എക്കാലവും ഉൾപാർട്ടി ജനാധിപത്യ വിശ്വസിച്ച ആളാണ്. പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ പറഞ്ഞും ജനങ്ങളെ കൂട്ടിയും ഒക്കെ ആ പ്രശ്നങ്ങൾ മറികടക്കാൻ തിരുത്താൻ ശ്രമിച്ച നേതാവാണ്. പക്ഷേ അവിടെ പാർട്ടി വിട്ടു പോകുന്ന സുധാകരനോട് VS-ന്റെ സമീപനം ഒരുപക്ഷെ കുറച്ച് കടുപ്പമായി പോയേനെ. എന്തായാലും രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഒപ്പം ചരിത്രം അന്വേഷിക്കുന്ന, ചരിത്രത്തോട് ഏറെ ഇഷ്ടമുള്ളവർക്കുമൊക്കെ VS-ന്റെ ആലപ്പുഴ പുന്നപ്പുറയിലെ ഈ വീട് ഒരു ചരിത്ര സ്മാരകമാണ്. നിരവധി അവശേഷിപ്പുകളും ഓർമ്മക്കുറിപ്പുകളും ഒക്കെ പറയാനുള്ള ഇടം കൂടിയാണിത്. എല്ലാവർക്കും ഇവിടേക്ക് വരണമല്ലേ ഒരിക്കൽ? തീർച്ചയായിട്ടും VS അച്യുതാനന്ദൻ എന്ന രാഷ്ട്രീയ നേതാവിനെ അടുത്തറിഞ്ഞവർക്ക് അല്ലെങ്കിൽ അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ വേലിക്കകത്ത് വീട്ടിനെ മാറ്റി നിർത്താൻ കഴിയില്ല. VS ഉള്ളപ്പോൾ ഇതൊരു ഒരുപക്ഷെ ഒരു വളരെ കേന്ദ്രം, നഗരത്തിന്റെ കേന്ദ്രമായി തന്നെ മാറാറുണ്ട്. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിയായിരിക്കുമ്പോഴും പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും ഒക്കെ VS വന്നാൽ ഈ വേലിക്കകത്ത് വീട് ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം തന്നെയാണ്. ഒരുപക്ഷെ ഈ പാർട്ടിയിലെ സങ്കീർണതകളും പൊട്ടിത്തെറികൾക്കും ഇടയിൽ VS ഓടിയെത്തുന്ന ഇനിയുള്ള നീക്കത്തിന് എല്ലാവരും കാതോർത്തിരിക്കുന്ന ഒരിടം അതായിരുന്നു ഈ വീട് ഒരു ഘട്ടത്തിൽ. തീർച്ചയായിട്ടും അത് പക്ഷെ പറഞ്ഞു കേൾക്കുന്നത് വലിയ പ്രക്ഷുബ്ധമായ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അത് ഉൾപാർട്ടി പ്രശ്നങ്ങളുടെ കാലത്താകട്ടെ VS-നെ PB-യിൽ നിന്ന് പുറത്താക്കുന്നു, മാറ്റി നിർത്തുന്നു, വീണ്ടും എടുക്കുന്നു, ഒഴിവാക്കുന്നു, സീറ്റില്ല. അപ്പോഴൊക്കെ VS വീട്ടിലൊന്നും കാണിച്ച് വളരെ അക്ഷോഭ്യനായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന VS എന്നാണ് പൊതുവിൽ പറയുന്നത്. വീട്ടിന്റെ അകത്ത് വരും VS മറ്റൊരാളാണ്. അതായത് ഒരു നേതാവിന് ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വരുമ്പോഴും അതൊന്നും VS-നെ ദൈനംദിന ജീവിതത്തെ ദിനചര്യകളെ ബാധിച്ചിരുന്നത്. അത് മതികെട്ടാനിലേക്കുള്ള VS-ന്റെ പ്രശസ്തമായ യാത്രയാണ്. ഈ പ്രായത്തിലൊരു നേതാവ് അവിടെ മതികെട്ടാൻ മല കയറി നിർത്തുന്നു. ജനങ്ങളോടുള്ള ഒരു മുഷ്ടി ചുരുട്ടിയുള്ള അഭിവാദ്യം CPM അണികളെ, കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെയൊക്കെ അത്യധികം ആവേശം കൊള്ളിക്കുന്നതാണ് VS-ന്റെ മുഷ്ടി ചുരുട്ടിയുള്ള ഈ ദൃശ്യത്തിന് മറ്റൊരു ചരിത്രം കൂടിയുണ്ട്. ഈ VS പലപ്പോഴും ജനങ്ങളുമായി സംവദിക്കുന്നത്. ഇപ്പോൾ ഒരുപക്ഷെ പുതിയ കാലത്തെ രാഷ്ട്രീയ നേതാക്കൾക്കൊന്നും കാണാനോ അല്ലെങ്കിൽ അവർക്കൊന്നും അനുകരിക്കാനോ കഴിയാത്ത ചില രീതികളുണ്ടല്ലോ അദ്ദേഹത്തിന്. VS ശരിക്കും ഈ എന്തുകൊണ്ട് VS-ന്റെ സംസാര ശൈലിയെ നീട്ടിയും കുറുക്കിയുമുള്ള സംസാര ശൈലിയൊക്കെ എന്തിനു വന്നു ചോദിച്ചാൽ ആളുകളെ സ്വാധീനിക്കാൻ, അവരിലേക്ക് പെട്ടെന്ന് ഇറങ്ങിച്ചെല്ലാൻ, അവരുടെ മനസ്സിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ തന്നെയാണ്. വലിയ പ്രത്യയശാസ്ത്രപരമായ കാര്യം പ്രത്യേകിച്ച് CPM ഇപ്പോഴത്തെ നേതാക്കളുടെ പ്രസംഗങ്ങളൊക്കെ മനസ്സിലാവും. പ്രത്യയശാസ്ത്രം VS പറയും, പക്ഷെ അത്
ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ അവർക്ക് മനസ്സിലാകാൻ അതിന് നീട്ടിയും കുറുക്കിയുമുള്ള അദ്ദേഹത്തിന്റെ പ്രസംഗ ശൈലി, ഇത് സ്വാഭാവികമായും ഈ നേതാവ് കയറി നിൽക്കുന്നത് ആളുകളെ പെട്ടെന്ന് അഭിസംബോധന, അവരെ പെട്ടെന്ന് അവരിലേക്ക് ആകർഷിക്കാൻ വേണ്ടിയായിരിക്കും ഒരു VS ഇത്തരത്തിൽ ഈ ജീപ്പിന്റെ ബോണറ്റിന്റെ മുകളിൽ കയറി നിന്നുള്ള പ്രസംഗം. അങ്ങനെ ജനങ്ങളിലേക്ക് എത്താൻ എല്ലാ വഴികളും സ്വീകരിച്ച നേതാവ് കൂടിയാണ് VS. അവിടെ അദ്ദേഹം മതികെട്ടാൻ കയറും, അദ്ദേഹം മുല്ലപ്പെരിയാർ സന്ദർശിക്കും, അദ്ദേഹം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ, തേയിലത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി ഇടുക്കിയിലെ തേയിലത്തോട്ടങ്ങളിലേക്ക് പോകും. മൂന്നാറിലെ തൊഴിലാളി സമരങ്ങളിലൊക്കെ അങ്ങനെ ഇടപെട്ട സജീവമായി നിന്ന ഒരു നേതാവിന്റെ ഓർമ്മയ്ക്ക് വേലിക്കകത്ത് വീടിനും കുറെ ചരിത്രങ്ങൾ പറയാനുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നമുക്ക് മുന്നിലേക്ക് ഈ വീടെത്തുമ്പോൾ നമുക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നതും അതുതന്നെയാണ്. എന്തായാലും എല്ലാവർക്കും സ്വാഗതം. ഈ ചരിത്രം ഒന്ന് ഓർത്തെടുക്കാം. ആലപ്പുഴ വഴി, ഈ ഹൈവേ വഴി പാസ് ചെയ്തു പോകുന്ന എല്ലാവർക്കും തൊട്ട് സമീപത്തുള്ള ഈ വീടും വന്ന് VSന്റെ ഓർമ്മക്കുറിപ്പുകളൊക്കെ ഒന്ന് ഓർത്തെടുക്കാം. ഒപ്പം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം ഓർത്തെടുക്കാം, രാഷ്ട്രീയ ചരിത്രം ഓർത്തെടുക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെങ്കിലും നമുക്ക് മുന്നിൽ ഈ വീടും ഒരു പ്രധാനപ്പെട്ട സ്മാരകമായി മാറുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.